ഈ ജുമുഅ ഖുതുബക്ക് ഒരുപാട് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും ഉണ്ട്. അത് കേവലം ഒരു പ്രസംഗമാണെങ്കിൽ എന്തിനാണ് ഈ ഷർത്തുകളും സുന്നത്തുകളൊക്കെ? ഏതെങ്കിലും ഒരു വഹാബി പ്രസംഗിക്കാൻ പോകുമ്പോൾ ഷർത്തും ഫർളും സുന്നത്തൊക്കെ വെച്ചിട്ടാണോ പ്രസംഗിക്കാൻ പോകുന്നത്? അല്ല, ഇവിടെ ഇത് ആരാധനയാണ്. ഇത് കേവലം ഒരു പ്രസംഗമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബാങ്ക് വിളിച്ചത് അറബിയിലല്ലേ? ആ ബാങ്ക് നമുക്ക് ഇവിടെ മലയാളത്തിൽ വിളിച്ചൂടെ? നല്ല രസമുണ്ടാവും. നാളെ മുഅദ്ദിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈക്ക് ഓണാക്കിയിട്ട് അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, നല്ല രസമുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ നിസ്കാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയിൽ നിസ്കരിച്ചതാണ്. അപ്പൊ ഇവിടെ ഇമാമ് നിന്നിട്ട് അല്ലാഹു വലിയവനാണ്, നല്ല രസമുണ്ടാവും അല്ലെ? എന്താ അങ്ങനെ ചോദിച്ചൂടെ? അങ്ങനെ ചെയ്തൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃഭാഷയിലാണ് അതൊക്കെ ചെയ്തത് എങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തൂടെ? ഈ വെറും ഒരു ജുമുഅ ഖുത്ബ മാത്രം എന്തിനാണ് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ജുമുഅ ഖുത്ബ. ആ ജുമുഅ ഖുത്ബ പണ്ട് മുതലേ അറബി ഭാഷയിലാണ് ഓതി വരുന്നുള്ളത്. എന്നാൽ അതിൻ്റെ ഇടക്ക് ഒരു പരിധി വിട്ടതിനിപ്പുറം ആ ജുമുഅ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതി വരുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ നാടുകളിൽ തന്നെ ചില പള്ളികളിൽ ആ ജുമുഅ ഖുത്ബ മലയാളത്തിൽ ഓതുന്നത് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഉറുദു, ഹിന്ദി ഈ ഭാഷകളിലൊക്കെ ഓതുന്നത് നമ്മൾ കാണാറുണ്ട്. ആ ഖുത്ബയുടെ വിധി എന്താണ്? ആ ഖുത്ബ സ്വഹിയാകുമോ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളികളിൽ ആ ജുമുഅ ഖുത്ബ അറബിയിൽ തന്നെയാണ് ഓതുന്നുള്ളത്. എന്നാൽ മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പുത്തൻവാദികൾ, പുത്തനാശയക്കാരുടെ പള്ളികളിൽ നമുക്ക് എല്ലാവരെയും ഒന്നിച്ചിട്ട് വഹാബികൾ എന്ന് പറയാം. വഹാബികളുടെ പള്ളികളിലാണ് ജുമുഅ ഖുത്ബ മലയാളത്തിൽ ഓതി വരുന്നത് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇത് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? എവിടെ മുതലാണ് ഈ അറബിയിലുള്ള ഖുത്ബ അനറബിയിലേക്ക് മാറ്റപ്പെട്ടത്? ആ മാറ്റപ്പെട്ട ഖുത്ബ സ്വഹിയാകുമോ? ഇതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്. ഇവരോട് എന്ത് പറഞ്ഞാലും അവർ ഉടനെ തന്നെ ചോദിക്കുക, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, പ്രമാണത്തിലുണ്ടോ എന്നൊക്കെയാ ചോദിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാമിന്റെ പ്രമാണം പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇവയാണ്. ഇവയിലൊക്കെ ഇതിന് തെളിവുണ്ട്. എന്താ? ഇത് അറബിയിലായിരിക്കണമെന്ന്. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ഈമാൻ കളയാൻ വേണ്ടിയിട്ട്, നമ്മുടെ വിശ്വാസത്തിൽ കളങ്കം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുതിയ ഒരു വിഷയമാണ് ഈ ജുമുഅ ഖുത്ബ അനറബിയായ ഭാഷയിൽ പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ ലോജിക്ക് അവര് സ്വയം ചിന്തിച്ചിട്ടുണ്ടാക്കിയതാണ്. അതായത് ജുമുഅ ഖുത്ബ എന്ന് പറയുമ്പോൾ അതൊരു പ്രസംഗമാണ്. പ്രസംഗം എന്ന് പറയുമ്പോൾ അതൊരു ഉപദേശമാണ്. ആ ഉപദേശം പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് കേൾക്കുന്ന രൂപത്തിൽ, അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം. കേൾക്കുന്ന രൂപത്തിലല്ല, മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം. എന്നാലല്ലേ അവർക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ട് പറയുന്നത്. എന്നാൽ ഈ ഖുത്ബ എന്നുള്ളത് അത് കേവലം ഒരു പ്രസംഗമാണോ? കേവലം ഒരു ഉപദേശമാണോ? അതൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ തെളിവുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഇവര് ഈ രൂപത്തിലാണ് പറയുന്നത് എങ്കിൽ ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈ ജുമുഅ ഖുത്ബ അറബിയിലല്ലേ നടന്നത്? അപ്പൊ അവര് പറയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃഭാഷ അറബി ആയതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയിൽ നിർവഹിച്ചു. എന്നാൽ നമ്മുടെ കാലത്ത് എത്തുമ്പോൾ നമ്മുടെ ഭാഷ അത് മലയാളമായതുകൊണ്ട് നമുക്ക് തിരിയുന്ന രൂപത്തിൽ, മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ബാങ്ക് വിളിച്ചത് അറബിയിലല്ലേ? ആ ബാങ്ക് നമുക്ക് ഇവിടെ മലയാളത്തിൽ വിളിച്ചൂടെ? നല്ല രസമുണ്ടാവും. നാളെ മുഅദ്ദിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈക്ക് ഓണാക്കിയിട്ട് അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, നല്ല രസമുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ നിസ്കാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയിൽ നിസ്കരിച്ചതാണ്. അപ്പൊ ഇവിടെ ഇമാമ് നിന്നിട്ട് അല്ലാഹു വലിയവനാണ്, നല്ല രസമുണ്ടാവും അല്ലെ? എന്താ അങ്ങനെ ചോദിച്ചൂടെ? അങ്ങനെ ചെയ്തൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃഭാഷയിലാണ് അതൊക്കെ ചെയ്തത് എങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തൂടെ? ഈ വെറും ഒരു ജുമുഅ ഖുത്ബ മാത്രം എന്തിനാണ് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഈ ജുമുഅ ഖുത്ബയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. എന്താ? നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് പോകണം എന്നാ പറഞ്ഞേ. അവിടെ നിസ്കാരത്തിലേക്ക് എന്നല്ല പറഞ്ഞ. കാരണം നിസ്കാരത്തിന് മുമ്പാണ് ഖുത്ബ. ആ ഖുത്ബയെ കുറിച്ചാണ്
ഫസ്ഔ ഇലാ ദിക്രില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞത്. ഇത് ഞാൻ പറയല്ല, നമുക്ക് ഖുർആൻ വിശദീകരിച്ചു തരേണ്ടതാരാ? തഫ്സീറിന്റെ ഇമാമിങ്ങളാണ്. കാരണം ഖുർആനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതേപോലെ ഗ്രഹിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം, നമ്മുടെ മേൽ നിർബന്ധമായ 5 വഖത്ത് നിസ്കാരം, ആ നിസ്കാരത്തിനെ കുറിച്ചിട്ട് പടച്ച റബ്ബ് ഇത്ര വഖത്താണ്, ഇത്ര നിസ്കാരമാണ്, ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നത് ഹദീസിലൂടെയും അതുപോലെ തന്നെ തഫ്സീറിന്റെ പണ്ഡിതന്മാരും കിതാബുകളിൽ ഇമാമിങ്ങളുമാണ്. എന്നാൽ അതേപോലെ ഈ ഫസ്ഔ ഇലാ ദിക്രില്ല എന്ന വിഷയത്തിനെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ തഫ്സീറിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത് ദിക്ർ എന്നാൽ അവിടെ ഖുത്ബ എന്നാണ് അർത്ഥം. ഈ ജുമുഅയുടെ ഖുത്ബയെ കുറിച്ചിട്ടാണ് അവിടെ അല്ലാഹു തആല ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? ആദ്യം തന്നെ ജുമുഅയുടെ ദിവസം ആദ്യമായി പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒട്ടകത്തെ അറുത്തു കൊടുത്ത കൂലി, അതുപോലെ തന്നെ പിന്നെ പോകുന്ന ആളുകൾക്ക് അതിന്റെ താഴെയുള്ള കൂലി, ഇങ്ങനെയൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ട് അവസാനം പറയുന്നുണ്ട് ഫഇദാ ഖറജൽ ഇമാമു ഹളറത്തിൽ മലായികതു യസ്തമിഊന ദിക്റ. എങ്ങനെ? യസ്തമിഊന ദിക്റ, അവിടെ ദിക്റിനെ മലക്കുകൾ കേൾക്കും. അവിടെ ഇമാമ ഖുത്ബ ഓതാൻ വന്നാല് മലക്കുകൾ എന്ത് ദിക്റ് കേൾക്കുന്ന പറയുന്നത്? ഖുത്ബ കേൾക്കുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ ഒക്കെ പറഞ്ഞത് ദിക്ർ എന്നാണ് പറഞ്ഞത് ഖുത്ബയെ കുറിച്ചിട്ട്. ഇനി മാത്രവുമല്ല, ഖുർആനുമായി ഹദീസുമായി ഇനി ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുഅദ്ദബിൽ പറയുന്നുണ്ട്, ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്റു മഫ്റൂദ്, ഫർളാക്കപ്പെട്ട ദിക്റാണ്, ഫർളാക്കപ്പെട്ട ദിക്റാണ് എന്നാ. ഫർളാക്കപ്പെട്ട ദിക്ർ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് അത് മനസ്സിലായില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ അത്തഹിയാത്ത് പോലെ, അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം പോലെ. ഈ തക്ബീറത്തുൽ ഇഹ്റാമും അത്തഹിയാത്തും ഒക്കെ നമുക്ക് മലയാളത്തിലാക്കാൻ പറ്റുമോ? പറ്റൂല. അതേപോലെ തന്നെ ഫർളായ ഒരു ദിക്റാണ് ഈ ഖുത്ബ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു എനിക്ക് തെറ്റുപറ്റിയോ? ഷാഫിഈ മദ്ഹബിലെ 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാന, ബഹുമാനപ്പെട്ടവരാണ് ശർഹ് മുഅദ്ദബില് ഈ വിഷയം കൊണ്ടുവരുന്നുള്ളത്. അപ്പോ ഖുർആനിലും ഹദീസിലും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് ഇത് കേവലം ഒരു ഉപദേശമാണെന്നല്ല, ഇതൊരു ആരാധനയാണ്. ഇതേപോലെ നമ്മളൊന്ന് നോക്കുക, ജുമുഅ ദിവസം ഇമാമ ഖുത്ബ ഓതാൻ വേണ്ടി വരുന്ന സമയത്ത് മുഅദ്ദിൻ അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഒരാള് അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മആശറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ് അൽ ജുമുഅത്തു ഹജ്ജുൽ ലിൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ ലിൽ മുഅ്മിനീൻ അൽ ഖുതുബതാനി തഖൂമാനി മഖാമ റകഅതൈനി മിനൽ ഫർദ്. അവിടെ എന്താ പറഞ്ഞേ? അൽ ഖുതുബതാനി തഖൂമാനി മഖാമ റകഅതൈനി മിനൽ ഫർദ്. ഈ 2 ഖുത്ബ എന്നുള്ളത് 2 ഫർള് നിസ്കാരത്തെ 2 ഫർള് റക്അത്തിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന്. റക്അതൈനി 2 റക്അത്തിന്റെ സ്ഥാനത്താണ്. അതായത് ളുഹ്ർ നിസ്കാരം 4 റക്അത്താണ്, ജുമുഅ നിസ്കാരമോ 2 റക്അത്താണ്. അപ്പൊ മറ്റ് 2 റക്അത്തുണ്ടല്ലോ, ആ 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഖുത്ബയാണ് എന്നാ പറയുന്നത്. അപ്പോ അതൊരു ആരാധനയാണ്, കേവലം ഒരു പ്രസംഗമല്ല, കേവലം ഒരു ഉപദേശമല്ല. ആയിട്ടില്ല, ഇനിയും പറയാനുണ്ട്. അതായത് ഈ ജുമുഅ ഖുത്ബക്ക് ഒരുപാട് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളുമുണ്ട്. അത് കേവലം ഒരു പ്രസംഗമാണെങ്കിൽ എന്തിനാണ് ഈ ഷർത്തുകളും സുന്നത്തുകളൊക്കെ? ഏതെങ്കിലും ഒരു വഹാബി പ്രസംഗിക്കാൻ പോകുമ്പോൾ ഷർത്തും ഫർളും സുന്നത്തൊക്കെ വെച്ചിട്ടാണോ പ്രസംഗിക്കാൻ പോകുന്നത്? അല്ല, ഇവിടെ ഇത് ആരാധനയാണ്, ഇത് കേവലം ഒരു പ്രസംഗമല്ല. ഈ ഖുത്ബയുടെ ഷർത്തിൽപ്പെട്ടതാണ് ഒന്നാമത്തത് ളുഹ്റിന്റെ സമയത്തായിരിക്കണം, ജുമുഅ ളുഹ്റിന്റെ സമയത്തായിരിക്കണം. അതുപോലെ തന്നെ ഔറത്ത് മറക്കണം, ഖുത്ബ ഓതുന്ന ആള് ഔറത്ത് വെളിവാക്കാൻ പാടില്ല, ഔറത്ത് മറക്കണം. അതുപോലെ തന്നെ വുളൂ വേണം. ഏത് വഹാബിയ പ്രസംഗിക്കാൻ പോകുമ്പോൾ വുളൂ എടുത്തിട്ട് പോകുന്നുള്ളത്? ഇനി നിന്നുകൊണ്ടായിരിക്കണം ഖുത്ബ നിർവഹിക്കുക. അതുപോലെ തന്നെ ഖുത്ബ അറബി ഭാഷയിലായിരിക്കണം, ഖുത്ബ അറബി ഭാഷയിലായിരിക്കണം. ഇനിയുമുണ്ട് ഷർത്തുകൾ. എന്താ? ജുമയുടെ അഹ്ലുകാരിൽപ്പെട്ട 40 ആളുകളെ കേൾപ്പിക്കണം. അതുപോലെ തന്നെ വാചകങ്ങൾ തുടർച്ചയായി കൊണ്ടുവരണം. അതുപോലെ 2 ഖുത്ബയുടെ ഇടയിൽ ഇരിക്കുക. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വീണ്ടും ഷർത്തുകളുണ്ട്. അപ്പോ ജുമയുടെ ഭാഷ അറബിയിലായിരിക്കണം എന്നുള്ളത് ഷർത്താണ്. അപ്പൊ ഒരു ഷർത്ത് ഇല്ല എങ്കിൽ ആ ഇബാദത്ത് സഹിയാവോ?
നിസ്കാരത്തിന്റെ ഷർത്തില്ലെങ്കിൽ നിസ്കാരം സഹിയാവോ? ഉളോന്റെ ഷർത്തില്ലെങ്കിൽ നിസ്കാരം ഉളോന്റെ ഷർത്തില്ലെങ്കിൽ ഉളോ സഹിയാവോ? കുളിയുടെ ഷർത്തില്ലെങ്കിൽ കുളി സഹിയാവോ? ഇല്ല. ഓരോ ആരാധനക്കും അതിന്റെ ഫർളും ഷർത്തും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ തന്നെ ആ ആരാധന സഹിയല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ മലയാളത്തിൽ ഖുതുബ ഓതിയാൽ ഖുതുബ സഹിയാകുക? ഇനി അത് സ്വഹിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ചില ഹിക്മത്തുകൾ പറഞ്ഞു കൊടുക്കും ആളുകൾക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടി. എന്താ? ജുമുഅയുടെ ഫർളുകൾ നമ്മൾ അറബിയിലാണ് പറയുന്നത്, ബാക്കി കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുന്നത് മലയാളത്തിൽ എന്നൊക്കെ പറയും. കാരണം ഖുതുബക്ക് ഫർളുണ്ടല്ലോ, അള്ളാഹുവിനെ സ്തുതിക്കുക, ഹംദ് പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുക, അതുപോലെ അർത്ഥം പൂർത്തിയാകുന്ന ഒരു ആയത്ത് ഓതുക, അതുപോലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇങ്ങനെയുള്ള ഫർളുകൾ ഉണ്ടല്ലോ, അത് ഞങ്ങൾ മലയാളത്തിലല്ല പറയുന്നത്, അത് അറബിയിൽ തന്നെയാണ്. ബാക്കിയാണ് ഞങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു ബാക്കിയും അവിടെ വിശദീകരിച്ചു കൊടുക്കാനില്ല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറയുമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇമാമിങ്ങളത് പറയുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഹാബത്ത് അന്ന് ഉദാഹരണത്തിന് നമ്മുടെ നാടുകളിലേക്കും വന്നിട്ടില്ലേ സ്വഹാബത്ത്? മാലിക് ദിനാറും കൂട്ടരും വന്നിട്ടില്ലേ റളിയല്ലാഹു അൻഹും? അവരുടെ ഭാഷ അറബി ആയതുകൊണ്ട് അവര് അറബിയിൽ നിർവഹിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്? ആ സമയത്ത് അവര് പറയൂലേ, നിങ്ങളെ ആളുകളെ ഒക്കെ കൂട്ടാൻ വേണ്ടി, ഒന്നിച്ചു കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഖുതുബ മലയാളത്തിലാക്കിക്കോ എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ ഇത് എവിടെ നിന്നാണ് ഇത് ആദ്യമായിട്ട് ഈ അറബി എന്നുള്ളത് അനറബി ഭാഷയിലേക്ക് വന്നത്? അത് നമുക്ക് നോക്കിയാലോ. അതെല്ലാം അറബി ഭാഷയിലാണ് വഹിച്ചിരുന്നത്. മാത്രമല്ല അതുപോലെ അതും അറബി ഭാഷയിൽ മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. ഭാഷയുടെ ഭരണകൂടം അവരാണ് ലോകത്ത് ആദ്യമായി ഇതിൽ നിന്ന് വ്യതിരിക്തമായി തുർക്കി ഭാഷയിൽ തുർക്കി ഭാഷയിൽ നിർവഹിക്കാൻ കൽപ്പിച്ചത് മുസ്തഫ കമാൽ ഭാഷയുടെ ഭരണകൂടമാണ്. മുസ്തഫ കമാൽ ഭാഷ തുർക്കി റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ആകുന്നത് സഹോദരങ്ങളെ 1924 അതിനു മുമ്പ് ലോകത്ത് അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ച ചരിത്രമില്ല. വഹാബികളുടെ വലിയ നേതാവ് അവരുടെ കിതാബിൽ പറയുന്നതാ. എന്താ? 1924 ആദ്യമായിട്ട് ജുമാ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയത് എന്ന്. അപ്പൊ അതുവരെ വന്നിട്ടുള്ളത് എങ്ങനെയാ? അറബിയിൽ തന്നെയാണ്. ഇനി കേരളത്തിൽ ആരാണ് ആദ്യമായിട്ട് ഓതിയത്? അത് നമുക്കൊന്ന് നോക്കിയാലോ. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതിന്റെ 23-ാമത്തെ പേജിൽ പറയുന്നു, എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. സഹാബികൾ, താബിഉകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ അനവധി നാടുകളിൽ മതപരമായ പ്രസംഗങ്ങൾ നിർവഹിക്കുമ്പോൾ റൂക്കുകൾ അറബിയിൽ പറഞ്ഞ് വിവർത്തനം ചെയ്യുകയും തുടർന്നുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയും ചെയ്തിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. ഇവരുടെ നേതാവ് KN മൗലവി പറയുന്നത് ഈ സ്വഹാബത്തുൽ കിറാം പല നാടുകളിലേക്കും ഈ ദീൻ പ്രചാരണത്തിനായി പോയിട്ടുണ്ടല്ലോ. അപ്പൊ അവര് അവിടെ എത്തിയിട്ട് ഈ ഫർള് മാത്രം അറബിയിലും ബാക്കി കാര്യങ്ങൾ തർജ്ജമയാക്കിയിട്ട് അവരുടെ നാട്ടിലുള്ള ഭാഷയിലും പറഞ്ഞു കൊടുത്തതായിട്ട് നമ്മൾ അറിയില്ല എന്ന്. ഇനി ഉമർ മൗലവി ആരംഭിച്ചത് എന്ന് ഇതിൽ പറയുന്നത്. അത് കൊച്ചിയിലെ മട്ടാഞ്ചേരി എന്ന ഒരു പള്ളിയാണ്. അതിൽ വിശദീകരിക്കുന്നു. പുതിയ പള്ളിയാണ് പള്ളിക്ക് പറയുന്നത്. പുത്തൻ പള്ളി എന്നതിന് പേര് വരാൻ കാരണം 2 കാരണങ്ങളുണ്ടെന്ന് അയാൾ പറയുന്നത്. ഞാൻ കുറച്ച് വായി. പുതിയ പള്ളി എന്ന് ഖ്യാതി നേടിയ ഈ പേര് നിർമ്മാതാവോ അദ്ദേഹത്തിന്റെ കുടുംബമോ നൽകിയതല്ല, നാട്ടുകാർ കൊടുത്തതാണ്. ഇതിന്റെ പിന്നിൽ 2 അഭ്യൂഹങ്ങളുണ്ട്. ഒന്ന്, പള്ളി തൊട്ടുള്ളപ്പോൾ പുതുതായി ഉണ്ടായ പള്ളി എന്ന നിലയിൽ ആദ്യത്തേതിന് പഴയ പള്ളിയെന്നും രണ്ടാമത്തേതിന് പുതിയ പള്ളിയെന്നും വിളിച്ചു പോകുന്നു. ഇതാണ് ഒരു വർത്തമാനം. മറ്റൊന്ന് ഇങ്ങനെയാണ്, പുതിയ മതക്കാരുടെ പള്ളി എന്ന നിലയിൽ പുതിയ പള്ളി എന്ന് ജനങ്ങൾ പേരിട്ടപ്പോൾ പഴയ മതക്കാരുടെ പഴയ പള്ളി എന്നും പറയും. അക്കാലത്ത് വഹാബികൾ എന്ന പേരും വഹാബികൾ എന്ന പേരുകൾ പുതിയ മതക്കാരാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു. രണ്ടാമത്തെ അഭ്യൂഹത്തിന് ചില അടിസ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു. പള്ളി പണിത ശേഷം ചുമ തുടങ്ങി. ഹൈദരാബാദുകാരൻ
ആട്ടെ. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് പുതിയതായി വന്നതാണ് ഞങ്ങൾ, അല്ലെ? ഉമർ മൗലവിയുടെ പുസ്തകമാണ് ആ വായിച്ചത്. അപ്പോ ആ പുസ്തകത്തിൽ പറയുന്നത് മട്ടാഞ്ചേരിയിലുള്ള പള്ളിയിലാണ് ആദ്യമായി അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയത്. അത് ഉറുദുവിലായിരുന്നു എന്ന്. അവിടെ വരുന്ന മലയാളം അറിയാത്ത ആളുകൾക്കൊക്കെ, അതായത് പുറത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അന്ന് ഖുത്ബ ഓതിയത് എന്നാ പറയുന്നത്. അപ്പോ പണ്ടുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും കിതാബിലെ പണ്ഡിതന്മാര് പറഞ്ഞതും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വയം ചിന്തിച്ചുകൊണ്ട് ഇത് ഖുത്ബ, അത് എന്താ ഒരു പ്രസംഗം, ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാവണ്ടേ എന്ന് പറഞ്ഞിട്ട് സ്വയം ഉണ്ടാക്കിയതാണ് അനറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ളത്. അത് യഥാർത്ഥമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പാത അല്ലേ അല്ല. അപ്പൊ ഇനിയും കൂടുതൽ എന്താണ് ഇതിന് തെളിവ് വേണ്ടത്? അപ്പൊ ഈ അറബി അല്ലാത്ത ഭാഷയിൽ ഓതുന്ന എല്ലാ ഖുത്ബയും അത് ബാത്തിലാണ്, യാതൊരു സംശയമില്ല. കാരണം എന്താ? ഷർത്തില്ലാത്ത ഖുത്ബ ബാത്തിലാണ്. അത് പിന്നെ കൂടുതൽ പറയാനില്ലല്ലോ. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് സ്വീകരിക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.